കെ ടി ജലീൽ ഈ ഇ ഡി എന്ന് പറയുന്ന വിശ്വാസ്യതയുള്ള ഏജൻസി വല്ലാതെ വേട്ടയാടിയ ഒരാളാണല്ലോ കെ ടി ജലീൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്, വളരെ രസകരമാണ്. അതായത് ഈ എന്തായാലും 85 ലക്ഷം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് രസകരമാണ്. അതായത് 85 ലക്ഷം ഹവാല ഇടപാടെന്നത് 85 കോടി എന്ന് ഇ ഡി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി പഞ്ച് കിട്ടിയേനെ. ലീഗ് എം എൽ എമാരുടെ വീടുകൾ പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 കോടി ഹവാല ബിസിനസ്സിൻ്റെ രേഖകൾ കിട്ടും. ഇതിപ്പോൾ പറ്റേ കുറഞ്ഞല്ലോ ഇ ഡി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്ത മനോരമയുടെ അടക്കം വാർത്ത കൊടുത്തപ്പോൾ അവസാന 2 വരികളിലാണ് പറഞ്ഞു വെക്കുന്നത്. 15 വർഷക്കാലമായി 182 കോടിയുടെ ഇടപാട് നടത്തിയ ആ വിഷയം SFIO പ്രോസിക്യൂഷൻ അനുമതി തേടിയതും അന്വേഷണം നടക്കുന്നതുമായ കേസിൽ അതിലെ 2,78 ലക്ഷം രൂപ പ്രശ്നമാണ്. അത് നിയമപ്രകാരം കൊടുത്തതാണ്. ഇപ്പോഴും ബേസിൽ മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഇന്നലത്തെ ഇപ്പോൾ വിവാദത്തിന് ആധാരമായിരിക്കുന്നത് ഇ ഡി പറഞ്ഞ പത്രക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? കയ്യക്ഷരം കുറിപ്പുകളുണ്ട്, ചില കുറിപ്പുകളുണ്ട് 85 ലക്ഷത്തിൻ്റെ. അങ്ങനെ കുറിപ്പാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന OC ആരാണ്, PK ആരാണ്? ഉത്തരം പറയണ്ടേ ഇ ഡി? തീർച്ചയായിട്ടും സിജു, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം താങ്കൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ്. വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാനുണ്ട്. ഏറ്റവും ആദ്യമേ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഈ പ്രസ് റിലീസിൽ തന്നെ പറയുന്ന കാര്യം നമ്മൾ മുഖവിലക്കെടുത്താൽ 182 കോടി രൂപയുടെ 15 കൊല്ലത്തിനടക്ക് നടന്ന ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സംശയകരമായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഈ CMRL നിന്ന് നടന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ 2.78 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 1.53% മാത്രമേ വരൂ. അപ്പോൾ ഈ 1.53% മാത്രം അന്വേഷിച്ച് അത്തരത്തിലുള്ള ബാക്കിയുള്ള 98% വിട്ടുകളഞ്ഞ് ഇതുമാത്രം അന്വേഷിക്കാനുള്ള ഇ ഡിയുടെ ഔത്സുക്യം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ വാർത്താക്കുറിപ്പിലേക്ക് വന്നാൽ മതി, പ്രസ് റിലീസിലേക്ക്. ഈ പ്രസ് റിലീസ് ഇന്ന് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനകത്ത് തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളോ അല്ലെങ്കിൽ PR ഏജൻസികളോ ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അത്ര മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനു മുമ്പ് പല പ്രസ് റിലീസുകളും അവർ പുറത്തുവിടുമ്പോൾ ഈ ഒരൊറ്റ പ്രസ് റിലീസിൽ വീണ വിജയൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് 7 തവണയാണെന്ന് നിങ്ങൾ ആലോചിക്കും. 7 തവണ. അതിലേറ്റവും ആദ്യത്തെ തവണ ഇവർ വളരെ ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി, അതായത് മാധ്യമങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി അവർ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഈ പറയുന്ന പോലെ വീണ വിജയൻ ഡോട്ടർ ഓഫ് C. P. വിജയൻ എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം എന്നുള്ളത് വളരെ കൃത്യമായി എഴുതി വെക്കുകയും ബാക്കി 6 തവണകളിൽ വീണ വിജയൻ്റെ പേര് പരാമർശിക്കുകയും ചെയ്തു. കൂടാതെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഇതിൽ പറഞ്ഞേക്കണതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നടത്തിയ റെയ്ഡുകളെക്കുറിച്ച് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കമൻറ്റ് പറയുകയും ആ കമൻറ്റിലൂടെ യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് ഒരു സംശയത്തിൻ്റെ വിത്തുവാകുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പണിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ സെർച്ച് ഓഫ് ഓപ്പറേഷൻ സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് ആർ സീസ്ഡ്, പിന്നെ ഈ പറഞ്ഞ ഹവാല ചാനൽസ് ആർ ഓൾസോ ഫൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അപ്പോഴും വളരെ കൃത്യമായി നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ 85 ലക്ഷം രൂപ, അതായത് വീണ വിജയൻ അങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ടുള്ള 85 ലക്ഷം രൂപ ഹവാല വഴി കൈമാറ്റം ചെയ്തതാണോ ഇല്ലേന്ന് എഴുതി വെക്കുന്നതിന് പകരം അത് അങ്ങനെയാണെന്ന് തോന്നുന്ന രീതിയിൽ മനോരമക്കോ മാതൃഭൂമിക്കോ ബാക്കിയുള്ള പത്രങ്ങൾക്കൊക്കെ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് വ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വമായി ഒരു തിരക്കഥ അത് എഴുതി വെക്കുക മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബേസിൽ പാറയെക്കൂടിയും കോൺഗ്രസും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് നിങ്ങൾ. കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യത എന്തോരമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒന്നാലോചിക്കണം. മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി 140 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. അവർക്ക് 4400 കോടി രൂപയുടെ കരാറ് കിട്ടുന്നത് മുതൽ ഇത്തരത്തിൽ കൈക്കൂലി പോലും കൃത്യമായി ലീഗലൈസ് ചെയ്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം, അതിൻ്റെ ചെറിയ ഭാഗം നമ്മുടെ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സിസ്റ്റം നടത്തിയ ഒരു ഗവൺമെൻറ് പറയുകയാണ് ഇവിടെ കള്ളപ്പണം പാടില്ല, ഞങ്ങളിത് കള്ളപ്പണം പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് പോലെ ഇവരെ വിശ്വസിക്കുകയാണ്. ഏത് ബേസിൽ പാറയെക്കൂടിയൊക്കെ ഇവിടെ തൽക്കാലത്തേക്ക് നേട്ടം കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം എന്നേക്കാൾ കൂടുതൽ ജയചന്ദ്രൻ സാർ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ എത്ര പേർ, ഒരു 2 ഡസനോളം വരുന്ന നേതാക്കന്മാർ നിങ്ങൾ എന്ത് ചെയ്തില്ലേ, ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി. അതിൽ യഥാർത്ഥത്തിൽ പകുതിയോളം പേരെന്ത് ചെയ്തു, നിങ്ങളെ വിട്ട് BJP-യിലേക്ക് പോയി. ഹിമന്ത ബിശ്വ ശർമ്മ മുതൽ നിരവധി നേതാക്കൾ അങ്ങനെ വിട്ടുപോയി. ഏറ്റവും ഒടുവിൽ അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അപ്പോൾ ഇതിൽ
യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ ഈ അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഒരു വാചകവും കൂടി, 40 കോടി രൂപ ഇതേ CMRLന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. റവന്യൂ വന്നത് ഞങ്ങൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള മൊഴിയുണ്ട്. ആ റവന്യൂ വന്നത് അക്കൗണ്ട് ചെയ്യാത്തത് ഞങ്ങൾ ബ്രൈബായി ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തു. ആർക്കൊക്കെ കൊടുത്തു? കുഞ്ഞാലിക്കുട്ടിക്ക് 50 ലക്ഷം വീതം പലതവണ കൊടുത്തു. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും കൊടുത്തു 5 ലക്ഷം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നത് അതൊന്നും അന്വേഷിക്കണ്ട, അത് ഏത് അക്കൗണ്ട് വഴിയാണ് മേടിച്ചത്? നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചാണെന്ന് അങ്ങോട്ട് വെറുതെ പറഞ്ഞാൽ മതി. ഏത് അക്കൗണ്ട് വഴി? ഇത് അക്കൗണ്ട് വഴി മേടിച്ച 2.78 ലക്ഷം കോടി രൂപക്ക് നിങ്ങൾ എന്ത് ചെയ്തു? വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തുന്നു. മറ്റൊരു ചാനലിൽ, ഇവിടെ മറുപടി പറയേണ്ടതല്ല, പക്ഷെ മറ്റൊരു ചാനലിൽ ഇപ്പൊ അരുൺകുമാർ ചർച്ചയ്ക്കിരുന്നപ്പോൾ അവിടുത്തെ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, എന്ത് പിണറായി വിജയനെ തകർക്കുന്നത്, എന്തിനാണ് രാഷ്ട്രീയമായി വേട്ടയാടുന്നതെന്ന്. ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് CPM-ന് പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇത് എങ്ങനെ ഏറ്റെടുക്കണം, രാഷ്ട്രീയമായി നേരിടണം എന്നുള്ളത്. ഞാൻ പറയുന്നു ഇത് രാഷ്ട്രീയമായി നേരിടണം. കാരണം ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിണറായി വിജയൻ, ഇത് ഈ പറയുന്ന പോലെ വീണ വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ മാത്രമല്ല, ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഉയർന്നു വരുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും വേട്ടയാടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും ഇവിടെ ഇല്ലാതാക്കി അടുത്ത 5 കൊല്ലം കൊണ്ട് ഈ ബാക്കിയുള്ള ക്രെഡിബിലിറ്റി കൂടി നശിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ താണ്ഡവമാടാൻ ഇവർ എഴുതിയിട്ടുള്ള തിരക്കഥയാണ്. ഈ തിരക്കഥ അനുസരിച്ചാണ് ആം ആദ്മി പാർട്ടിയെ തകർത്തത്. ഈ തിരക്കഥ അനുസരിച്ചാണ്, വളരെ സൂക്ഷ്മമായി സമയം തന്നാൽ ഞാൻ മുഴുവൻ പറയാം, ഓരോരോ ഘട്ടമായിട്ട്. ഈ തിരക്കഥ അനുസരിച്ചിട്ടാണ് ആദ്യം ആം ആദ്മി പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകർത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർത്തു. അങ്ങനെ ഈ പറഞ്ഞ ഓരോന്നായി തകർത്തു. വെസ്റ്റ് ബംഗാളിലൊന്നും പിന്നെ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം അവർ അഴിമതിയൊക്കെ ലേശം നടത്തുന്നവരായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മുഴുവൻ ഉന്നയിക്കും ഈ പറയുന്ന പോലെ ഈ പറയുന്ന തിരക്കഥ, ആ തിരക്കഥ അവിടെ അവർ വർക്കൗട്ട് ചെയ്ത് വിജയിച്ചു. ഈ ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും മടങ്ങി വരാം നിങ്ങളിലേക്ക്. ഇപ്പോൾ CM ജയചന്ദ്രൻ കൂടി ജനിച്ചു. CM ജയചന്ദ്രൻ, ഇന്നലെ എനിക്ക് തോന്നി വാർത്ത വന്നപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കും. ഓക്കെ, അല്ല ഒരൊറ്റ വാചകം കൂടി. കഴിഞ്ഞ 5 കൊല്ലം ഈ പറയുന്ന ഇതേ മുഹമ്മദ് റിയാസ് 2 വകുപ്പുകൾ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നു. ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്, രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ ടൂറിസം വകുപ്പ്. അതായത് ഈ പറയുന്ന അഴിമതിക്ക് വലിയ സാധ്യതയുള്ള 2 വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരു അഴിമതി ആരോപണം പോലും വരാത്ത അദ്ദേഹത്തിന്റെ നേർക്കാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള വീണ വിജയന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായ ഒരു കമ്പനിയുടെ പേരിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഇവർ പുകമറ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, CPM-നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതിവിടെ നടക്കില്ല. കാരണം ആം ആദ്മി പാർട്ടിയിൽ ഒരൊറ്റ നേതാവ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബ്രാഞ്ച് തലം മുതൽ ഈ പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും വരെ 5.5 ലക്ഷത്തോളം മെമ്പർമാരും തോറ്റപ്പോൾ പോലും 81 ലക്ഷം വോട്ടുമുള്ള ഒരു പാർട്ടിയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു കാര്യവും കൂടി, ഒറ്റ വാചകവും കൂടി, യഥാർത്ഥത്തിൽ ഇതേ ആം ആദ്മി പാർട്ടിയെ തീർക്കാൻ പരാതി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു പോകരുത്. എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ഇത്തരത്തിൽ BJP-യെ സഹായിക്കുന്ന പല നിലപാടുകളും പണ്ടേ എടുത്തിട്ടുള്ള പാർട്ടിയാണ്. അതേ നിലപാടാണ് കോൺഗ്രസ് ഇപ്പോഴും ഈ വിഷയത്തിൽ കേരളത്തിലും എടുക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളൂ. ശരി.